നമസ്കാരം ഡാദുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അൺറിയൽ എഞ്ചിൻ പാർട്ട് 5 ആണെന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കാണിക്കുന്ന ക്യാമറ സെറ്റ് ചെയ്ത ശേഷം റെൻഡർ ചെയ്ത് വീഡിയോ ഔട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. നിയാഗ്ര എന്ന് പറയുന്ന എഫക്റ്റുകളും അതുപോലെ PCG ഗ്രാഫുകൾ, എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ലൂപ്പായിട്ട് ലൂപ്പായിട്ട് കെട്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കേക്ക് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഞാൻ റെൻഡറിങ് ഔട്ട് എടുത്ത ശേഷം കുറച്ചുകൂടി അഡ്വാൻസ് വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്തേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചാണ്, എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം. കുറച്ചും കൂടെ അറിയണമെങ്കിൽ പഴയ വീഡിയോ നോക്കിയാൽ മതി. ക്യാമറ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ പ്ലസ് ബട്ടണിലേക്ക് വരാം. പ്ലസ് ബട്ടണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിനിമാറ്റിക് എന്ന് കാണാൻ പറ്റും. അതിൽ സിനിമാറ്റിക് ക്യാമറ ആക്ടർ, ക്യാമറ ആക്ടർ എന്ന് കാണാൻ പറ്റും അല്ലേ. ഈ ക്യാമറ ആക്ടർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ക്യാമറ ആക്ടർ എങ്ങനെ കിടക്കുന്നത്? ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഇതിനെ കാണാൻ പറ്റുന്നത് അല്ലേ. നമുക്ക് വേണ്ട ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു വ്യൂ ആണെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്യാമറ ആക്ടർ ഇവിടെ അപ്പിയർ ആയിട്ടുണ്ടാവും. ക്യാമറ ആക്ടർ 2 ആണ് ക്യാമറയുടെ പേര് കേട്ടോ. ഇവിടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സെർച്ചിൽ, അതായത് ഔട്ട്ലൈനറിൻ്റെ സെർച്ചിൽ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം അല്ലേ. കണ്ട ക്യാമറ ആക്ടർ എന്നുള്ള നമുക്ക് ഒരുപാട് ക്യാമറകൾ നേരത്തെ ആഡ് ചെയ്തുകൊണ്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഔട്ട് എടുക്കാനുള്ള ക്യാമറ. വേണമെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റിയിട്ട് നമുക്ക് ഔട്ട് എന്ന് കൊടുക്കുക അല്ലേ. വീഡിയോ ഔട്ട് എന്ന് കൊടുക്കുക. വീഡിയോ ഔട്ട് എടുക്കാനുള്ള ക്യാമറ ആയതുകൊണ്ട് വീഡിയോ ഔട്ട് എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവനൊന്ന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്നാപ്പ് വ്യൂ ടു ഒബ്ജക്റ്റ് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് സ്നാപ്പ് ഒബ്ജക്റ്റ് ടു വ്യൂ എന്ന് കാണാൻ പറ്റും. ആ സ്നാപ്പ് ഒബ്ജക്റ്റ് ടു വ്യൂ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇപ്പോൾ ക്യാമറയുടെ അകത്ത് നമ്മൾ ഇവിടെ എന്താണോ കാണുന്നത് അത് തന്നെയാണ് ആ ഒരു ആംഗിളിലും കാണുന്നത്. കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ഇതിലെങ്ങനെ കട്ടായി പോകുന്നത് എന്തുകൊണ്ടറിയോ, ക്യാമറയുടെ ലെൻസ് നമ്മുടെ ഒറിജിനൽ ക്യാമറ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേ മോഡലാണ് ഇത് യൂസ് ചെയ്യുന്നത്. DSLR ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ലെൻസിൻ്റെ ആ ഒരു ഏരിയ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ക്യാമറ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ പറയും പോലെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസിൻ്റെ അകത്ത് ഈ ക്യാമറ അല്ലേ, വീഡിയോ ഔട്ടിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അകത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. നമുക്ക് അറിയാത്ത ഭാഗങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരും അല്ലേ. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ഏരിയ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിലിം ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഫിലിം ബാക്കിൻ്റെ അകത്ത് 16:9 ഡിജിറ്റൽ ഫിലിം, അതായത് 16:9 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ ഫിലിം എന്നാണ് കാണാൻ പറ്റും. അത് മാറ്റിയിട്ട് 16:9 എന്നുള്ള മോഡലിൽ തന്നെ DSLR എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, കുറച്ചും കൂടെ ആ ഒരു ആംഗിൾ മാറിയിട്ട് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലെൻസ് ഏതാണ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ നോക്കണം. അവിടെ നമുക്ക് ലെൻസ് സെറ്റിങ്സ് കാണാൻ പറ്റും. അവിടെ യൂണിവേഴ്സൽ സൂം എന്നുള്ളൊരു ഓപ്ഷനാണ് കാണാൻ പറ്റും. അത് മാറ്റിയിട്ട് നമ്മൾ 12mm, അതായത് 12mm ഫോക്കസ് ലെങ്ത്ത് 2.8 വരുന്ന ഒരു ലെൻസ് ഉണ്ട്. അതിന് ആഡ് ചെയ്താൽ നമുക്ക് മാക്സിമം വൈഡ് കിട്ടും. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, മാക്സിമം വൈഡാണ്. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഇവിടെ വലുതായിട്ട് ഒന്നായിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ പറഞ്ഞാണ് വീഡിയോയിൽ, എന്നാലും പെർസ്പെക്റ്റീവിൽ വരിക. പെർസ്പെക്റ്റീവ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടാവുന്ന അത്രയും വ്യൂകൾ ഇവിടെ കാണാൻ പറ്റും. അതിൽ നമ്മളെന്താ വീഡിയോ ഔട്ട് എന്നാണ് നമ്മുടെ ക്യാമറയുടെ ഇപ്പോഴത്തെ പേരില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു പിവോട്ടിനെ ഇവിടുന്ന് കാണാനുണ്ടെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിവോട്ട് അങ്ങ് പോകും കേട്ടോ. അത് റണ്ടർ ചെയ്യുമ്പോൾ ഔട്ടിൽ പ്രശ്നം കാണില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ കാണുന്ന സമയത്ത് എങ്ങനെ വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് 12mm ലെൻസിനെ ഒന്നും കൂടെ മാറ്റിയിട്ട് നോക്കാം. നമുക്ക് 30mmലേക്കാണ് വരേണ്ടത്. അപ്പോൾ കണ്ടോ വേറൊരു ഷെയർട്ടി. ഈ 50mm സാധാരണ നമ്മൾ 50mm ആളുകളുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലെൻസാണ് 50mm. 50mm ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൂമായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം സൂം ഔട്ട് ചെയ്യണം എന്നുള്ളതിനനുസരിച്ച് ലെൻസിൻ്റെ സൂമിങ് കൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് 12mm തന്നെ കൊടുക്കുക അല്ലെ. 12mm ലെൻസ് ഇട്ട് വൈഡായിട്ടൊരു ആംഗിളാണ് ഷൂട്ട് ചെയ്യുന്നത്. വൈഡിൽ നിന്ന് അങ്ങോട്ട് സൂം ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിന് നമുക്ക് ലെൻസ് സൂം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കൊടുത്താൽ മതി. അതങ്ങനെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ അപ്പേച്ചറിൽ ചെറിയ മാറ്റം വരുത്താൻ പോവാണേ. കറണ്ട് അപ്പേച്ചർ എത്ര വരുന്നത്, 2.8 ആണ് വരുന്നത്. കുറഞ്ഞ ഒരു സൈസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഇലയൊക്കെ ബ്ലറായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് അല്ലേ. മാക്സിമം HDയിലിട്ട് വീഡിയോ കാണാൻ നോക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ ഇലകളൊക്കെ ബ്ലറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഇലകളും കൂടെ എനിക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അപ്പേച്ചർ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത്രയും ഏരിയയും കൂടെ എനിക്ക് ഫോക്കസ് ആയിട്ട് കിട്ടും. കണ്ടോ, മാക്സിമം അപ്പേച്ചറിലേക്ക് വന്നപ്പോൾ ഇലയുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. വീടിൻ്റെ ഡീറ്റെയിൽസ് പോകുന്നുമില്ല. ഈ 22ലാണ് ഇപ്പോൾ കിടക്കുന്നത് അല്ലേ. ഇനി കയറുമോ ഇല്ല, 22 ആണ് മാക്സിമം വരുന്നത്. അപ്പോൾ 22 അപ്പേച്ചറിൽ ഇടുന്ന സമയത്ത് ഇലേൻ്റെ അപ്പോൾ മൊത്തത്തിൽ ആ സീന് എന്താ പറയുക, ഔട്ട് ഓഫ് ഫോക്കസ് ഇല്ലാതെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് നല്ല ഭംഗിയിൽ കിട്ടും അല്ലേ. ഇനി അങ്ങനെ വേണ്ട, ഈ ഇലയൊക്കെ ഇങ്ങനെ ഔട്ട് ഓഫ് ഫോക്കസിലാണ്, അതാണ് അതിൻ്റെ ഒരു രസം അല്ലേ.
മുന്നിലെ ഒബ്ജക്റ്റ് മാത്രം കാണുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഫോക്കൽ ലെങ്ത് അതുപോലെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്യാമറയിൽ എക്സ്പേർട്ട് ആയ ആളുകൾക്ക് കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള സെറ്റിങ്സിൽ ഔട്ടൊക്കെ എടുക്കാൻ പറ്റും. നോർമലി നമ്മൾ ഇത്രയും സെറ്റിങ്സ് തന്നെ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ഔട്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് പിന്നെ ഒരു ദിവസം അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ക്യാമറയിൽ ഇത്രയും ചെറിയ സെറ്റിങ്സ് ഒക്കെ എനിക്ക് വലിയ വശമുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു അല്ലേ. നമ്മുടെ ക്യാമറ ഈ ഒരു ടൈപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്തു അല്ലേ. ഇനി ഈ ക്യാമറ എനിക്കിങ്ങനെ സൂം ചെയ്ത് വീടിൻ്റെ കോലായിലേക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് ആ കുളമൊക്കെ കാണുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒരു സിനിമ ഷൂട്ട് ചെയ്യാനുള്ള ക്ലാപ്പ് ബോർഡ് ഇവിടേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ക്ലാപ്പ് ബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ലെവൽ സീക്വൻസ് നമ്മൾ ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും അല്ലേ. ഈ ലെവൽ സീക്വൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് നമ്മൾ ഷൂട്ടിങ് ചെയ്യാൻ പോകുന്നത്. ആഡ് ലെവൽ സീക്വൻസ് ആഡ് ചെയ്തു. ആ ലെവൽ സീക്വൻസിന് എവിടെയെങ്കിലും സേവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലെവൽ സേവ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടേക്ക് ഈ ലെവൽ സീക്വൻസിനെ എവിടേക്ക് സേവ് ചെയ്യുകയാണ്. 1 എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഇവിടെ സെർച്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു എളുപ്പം ഞാൻ 1 എന്നുള്ള പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ടൈം ലൈന് അപ്പിയർ ആവും. എഡിറ്റിംഗ് ടൈം ലൈൻ പോലത്തെ ഒരു സംഭവം. അപ്പോൾ എനിക്ക് എൻ്റെ ക്യാമറേനെ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്യാമറ പേരെന്തായിരുന്നു, ഔട്ട് അല്ലേ, ഔട്ട്, വീഡിയോ ഔട്ട് എന്നായിരുന്നു നമ്മുടെ ക്യാമറ പേര്. അപ്പോൾ ക്യാമറ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. ക്യാമറ ഇവിടെ നിന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് കേട്ടോ, ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ക്യാമറ ഇവിടേക്ക് ആഡ് ആവും. ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ നമ്മൾ എററാന്ന് വിചാരിക്കേണ്ട, അവിടേക്ക് ഡ്രോപ്പ് ചെയ്താൽ വരില്ല. ഈ ഒരു ടൈം ലൈനിലേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യണം. ഇത്തിരി മേലോട്ടേക്ക് ഞാൻ നീക്കി വെക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ക്യാമറയുടെ മൂവ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. അതൊരു ആനിമേഷനാണ്. ഓക്കെ, ആനിമേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ആനിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിനുള്ള മൂവ്മെൻറ്റ് കൊടുക്കുക. ജീവനില്ലാത്ത വസ്തുവിനാണെങ്കിലും ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഇതാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വീഡിയോ ഔട്ടിന് ഇപ്പോൾ ഇവിടെ ആനിമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്താ നീങ്ങണ്ടേ, ട്രാൻസ്ഫോം ആണ് ചെയ്യേണ്ടത് അല്ലേ. ട്രാൻസ്ഫോം ഉണ്ട്, ഓക്കെ, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമിന് ഇവിടെ ഒരു കീ ഫ്രെയിം കണ്ടോ. ഈ കീ ഫ്രെയിമിന് ഒരു ടിക്ക്, കീ ഫ്രെയിമിനെ പറ്റിയൊന്നും അറിയാത്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ക്ലാസ്സിൽ ഒന്ന് കയറി നോക്കിയാൽ കീ ഫ്രെയിമിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ, അത് നോക്കാം. കീ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഞാനൊന്ന് സൂം ചെയ്യാൻ പോവാണേ. അവിടെ കണ്ടോ ഒരു തിരിച്ചരിഞ്ഞ പോലെയൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ, നമ്മളിവിടെ ഇത് യൂസ് ചെയ്തേക്കുന്നത് 12 mm ലെൻസാണ് അല്ലേ. ഇപ്പോൾ ഓവർ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പിലേക്ക് വളഞ്ഞൊക്കെ പോകും. അപ്പോൾ നമുക്ക് അവിടെ 30 mm ലെൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ ഓവർ സൂം ചെയ്ത് പോകാനുള്ള സമയത്തൊക്കെ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു വൃത്തി കിട്ടില്ല. കണ്ടോ ഇങ്ങനെ, നിങ്ങൾക്കറിയാം ആ ഒരു ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് നാച്ചുറലി നമുക്ക് കിട്ടുക അല്ലേ, ഒറിജിനലി ഇങ്ങനെ തന്നെയാണ് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് 3D സോഫ്റ്റ്വെയറിലും കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആനിമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടോ ക്യാമറ ഒന്ന് അങ്ങോട്ടേക്ക് സൂം ചെയ്തു. ഓക്കെ അല്ലേ. ഇനി അപ്പോൾ ആ സൂം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു അബദ്ധം ഞാൻ കാണിച്ചു തരാം. എനിക്കും പറയുന്ന സംഭവം പറ്റിയാണ്. ഈ ഒരു ഹെഡർ അല്ലേ, ഇതാണ് പ്ലേ ഹെഡർ എന്ന് പറയുന്നത്. ഈ പ്ലേ ഹെഡർ ഇവിടെ നിന്ന് മൂവ് ചെയ്താൽ പഴയ സ്ഥാനത്തേക്ക് തന്നെ പോയി പോകും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പ്ലേ ഹെഡറിനെ കൊണ്ടുപോയിട്ട് എവിടെയാണോ എൻഡിങ് 150 ഫ്രെയിമാണ് നമ്മളിവിടെ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. അതെങ്ങനെ കൂട്ടാമെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ 150 തന്നെ നമ്മൾ കൊണ്ടുവയ്ക്കാം അവസാനത്തെ ഫ്രെയിമിൽ. ഓക്കെ അല്ലേ, ഇവിടെ 150 കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എന്നിട്ട് വേണം സൂം ചെയ്യാൻ. അപ്പോഴേ അവിടെ നമുക്ക് പ്ലേ ഹെഡർ മൂവ് ചെയ്താലും പ്രശ്നമില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ക്യാമറ മൂവ് ചെയ്ത് ഇവിടേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. അവിടെ എനിക്കിനി ഒരു കീ ഫ്രെയിമിനെ അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് മാർക്ക് ആഡ് ആവും. ഇനി എന്ത് ചെയ്യുക, ഈ പ്ലേ ഹെഡറിനെ വലിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് പ്ലേ ബട്ടണ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ക്യാമറ മൂവ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷൂട്ടിങ് ചെയ്യുന്നത്. ഇതേ മോഡൽ നമുക്ക് ഇപ്പോൾ ഈ ട്രാൻസ്ഫോം എന്നുള്ള ഇവിടെ അല്ലേ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലൊക്കേഷൻ മാത്രമല്ല റൊട്ടേഷനും സ്കെയിലും കാണാൻ പറ്റും. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം ചെയ്യുന്നത്, ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ചെയ്ത് ക്യാമറ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുപോലെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് അടിച്ചിട്ട് ക്യാമറനെ ഒരു ഒബ്ജക്റ്റിന് ചുറ്റും റൗണ്ട് അടിച്ചിട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ ആ റൊട്ടേഷൻ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റൊട്ടേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് സ്കെയിൽ വേറെ റൊട്ടേഷൻ വേറെ ഒക്കെ കീ ഫ്രെയിം കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടിയല്ലോ, ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം ഷൂട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഔട്ട് കിട്ടണം. നമുക്ക് ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഔട്ടാണ് എപ്പോഴും വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, PNG മോഡിൽ ഔട്ട് എടുക്കും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് മാത്രം, ഒരാളെ മാത്രം, ഒരു മോഡൽ, ഒരു കുരങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒന്നിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ അതിനെ മാത്രം ഔട്ട് എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നൊന്നും വരാൻ പാടില്ല അല്ലേ. നിങ്ങളുടെ സമയം നോക്കാം, നമുക്ക് നല്ല PNG ഹൈ ക്വാളിറ്റി ഔട്ട് എടുക്കണം അല്ലേ. അപ്പോൾ ഔട്ട് എടുക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ സെറ്റിങ്സിലൊന്നും കാണുന്നില്ലെങ്കിൽ നേരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സെറ്റിങ്സില്ലേ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ഈ പ്ലഗിൻസ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ മൂവി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മൂവി എന്ന് അടിച്ചിട്ട് മൂവി
റെൻഡർ ക്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ മൂവി റെൻഡർ ക്യൂ എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻ കാണാൻ പറ്റും അല്ലേ. ഈ 2 എണ്ണം അങ്ങോട്ട് ടിക്ക് ചെയ്യാൻ മൂവി റെൻഡർ ക്യൂ കൊടുക്കുക, റെൻഡർ പാസസ് എന്നുള്ള ഇതും ടിക്ക് ചെയ്തേക്കുക, എന്നിട്ട് റീസ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റീസ്റ്റാർട്ട് ആവും. സേവ് കൊടുക്കുക, നമ്മുടെ മൊത്തം ഒരു പ്രൊജക്റ്റ് റീസ്റ്റാർട്ട് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഐക്കൺ സിനിമ ഒരു ക്ലാപ്പ് ബോർഡിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് എടുക്കാനുള്ള സെറ്റിങ്സ് ആണ് കിട്ടുന്നത് അല്ലേ. അതിൽ ഈ സെറ്റിങ്സിന് താഴെയായിട്ട് അൺസേവ്ഡ് കോൺഫിഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ JPG എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. ഇനി നമുക്കത് മാറ്റിയിട്ട് PNG ആണ് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BMP സീക്വൻസ് കിട്ടും, അതുപോലെ ഒരുപാട് EXR കിട്ടും, PNG കിട്ടും, ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ PNG എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. PNG കൊടുത്തു. ഇത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ സെറ്റിങ്സ് ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. വേണ്ടെങ്കിൽ PNG ആണ് നമുക്ക് വേണ്ടത് അല്ലേ. PNG എടുത്തു. വീണ്ടും ഒരുപാട് സെറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും അല്ലേ. തൽക്കാലം നിങ്ങൾ അതൊന്നും നോക്കാൻ പോകണ്ട, ജസ്റ്റ് ഔട്ട് എന്നുള്ള സെറ്റിങ്സിൻ്റെ അകത്ത് വരിക. PNG ആണ് വേണ്ടെങ്കിൽ JPG മതിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ സൈസൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. PNG ആണ് ഒന്നുകൂടി ക്വാളിറ്റിയിൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഔട്ട് കിട്ടുന്നതുകൊണ്ടാണ് PNG സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഔട്ടിൽ സെറ്റിങ്സിൽ ഔട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെ അല്ലേ, ആദ്യം വരുന്നത് ഔട്ട്പുട്ട് ഡയറക്ടറിയാണ്. ഈ ഔട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഔട്ട്പുട്ട് ഡയറക്ടറിയാണ്. ഇവിടെ കണ്ടോ, നമുക്ക് എവിടേക്ക് ഔട്ട് എടുക്കണം എന്നുള്ള ഇവിടെ ബ്രൗസ് ചെയ്യാൻ പറ്റും. ഏത് ഫോൾഡറാണ് വേണ്ടത് ആ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ഫയൽ നെയിം ഫോർമാറ്റ് ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നെ ഡിഫോൾട്ടായിട്ട് വിടാം. പിന്നെയുള്ള ഔട്ട്പുട്ട് റെസൊല്യൂഷനാണിത്, ഫുൾ HD ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് 4Kയിലേക്കൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ യൂസ് കറൻറ്റ് ഫ്രെയിം റേറ്റ് ഇവിടെ കാണാം. ഒരു ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 24 ഫ്രെയിമിലാണ് ഔട്ട് വരിക. 30 ഫ്രെയിമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് 24 തന്നെ ഇനഫ് ആയിരിക്കും അല്ലേ. ഫിലിമിൻ്റെ സിനിമയൊക്കെ ചെയ്യുന്ന 24 ഫ്രെയിമിലാണ്. അങ്ങനെ തന്നെ വിട്ടിട്ട് പോകണമെങ്കിൽ വിട്ടിട്ട് പോകാം, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അത് കാര്യമായിട്ട് സെറ്റിങ്സ് ഒക്കെ വരുന്നത് പിന്നെ ഒന്നും ചെയ്യാനില്ല, ഇത് ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, ഇവിടെ റെൻഡർ ലോക്കൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോൺഫിഗിൽ വരുന്ന ഒരു റെൻഡർ ഔട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഔട്ട് വന്നിരിക്കുന്നത് കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഔട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മൾ ഔട്ട് എടുത്തേക്കുന്നത്. അത് ഔട്ടിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഈ ഫോൾഡർ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഇൻ ഫൈൻഡർ എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ഷോ ഇൻ ഫൈൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈൻഡറിൻ്റെ അകത്ത് ആ ഒരു ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. ഔട്ടിൻ്റെ അകത്ത് കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള PNG ആയിട്ട് നമുക്ക് ഔട്ട് കിട്ടും. ഇനി നമുക്ക് ഏതെങ്കിലും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇതിനെ ഒരു വീഡിയോ ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് DaVinci Resolveലാണ് വീഡിയോസ് ഒക്കെ കൂടുതൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് അല്ലേ. ഇപ്പോൾ DaVinci Resolveൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ FCPയിലേക്കാണെങ്കിലും പ്രീമിയറിലേക്കാണെങ്കിലും ആഫ്റ്റർ എഫക്റ്റിലേക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത ശേഷം സെലക്ട് ഓൾ കൊടുത്തിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് മൊത്തം ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് 1-2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. കമാൻഡ് വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ സെലക്ട് ഓൾ കൊടുത്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ക്ലിപ്പ് ക്ലിപ്പായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റക്കായിട്ട് ഓരോ ഇമേജ് ആയിട്ട് പ്ലേ ആവുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ചേഞ്ച് ക്ലിപ്പ് സ്പീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് 100 എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് 10,000 എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കൊടുക്കുക. ഓക്കെ അല്ലേ. എന്നിട്ടൊന്ന് ചേഞ്ച് കൊടുത്തിട്ട് പ്ലേ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇമേജ് സീക്വൻസ് എല്ലാം കൂടെ ഒരു നല്ല ഹൈ ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഔട്ട് കിട്ടി അല്ലേ. സിമ്പിൾ അല്ലേ. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയ പൂളിൻ്റെ അകത്ത് വരിക. മീഡിയ പൂളിൻ്റെ അകത്ത് നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഇതേപോലെ ഓട്ടോ എന്നുള്ള സെറ്റിങ്സിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോസിനൊക്കെ കാണാൻ പറ്റില്ലേ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 ഡോട്ടില്ലേ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രെയിം ഡിസ്പ്ലേ മോഡെല്ലാം മാറ്റിയിട്ട് സീക്വൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ സീക്വൻസ് ആയിട്ട് കാണാൻ പറ്റും. ഇതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മീഡിയ പൂളിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരെ വന്നിട്ട് ടൈം ലൈൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മീഡിയ പൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കിട്ടാൽ മതി. അതൊരു സിമ്പിൾ വേ ആണ്, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി റെൻഡർ ഔട്ട് സാധാരണ പ്ലെയറിൽ എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഔട്ട് എടുക്കുന്നത് അതേപോലെ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
ഒരു ആനിമേറ്റഡ് ഇമേജ് ഔട്ട് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് CGI വർക്ക് എന്ന് പറയില്ലേ, നമ്മൾ അഭിനയിച്ച ഷോട്ടുകൾ, ഗ്രീൻ സ്ക്രീൻ ഷോട്ടുകളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് ഔട്ട് എടുക്കുന്ന രീതികളൊക്കെ എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ടൈം എടുത്ത് നമുക്കൊരു ക്ലാസ് ഇവിടെ ചെയ്യാം. അടുത്ത ക്ലാസ് അതായിക്കോട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ഏത് രീതിയിൽ മാറ്റണം എന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.